ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുരുമുളകിട്ട് വറ്റിച്ച ബീഫ് റോസ്റ്റ് ആണ്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് കിച്ചണിൽ പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. ബൗളിനകത്തോട്ട് നമുക്ക് ബീഫ് 1 കിലോ ബീഫുണ്ട്. കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കിനി മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 20-25 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചതും അതിൻ്റെ കൂടെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതാണ്. അതിട്ട് കൊടുത്തു. അതിൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ കൂടെ ഒരു 20-25ഓളം ചെറിയ ഉള്ളിയും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു മീഡിയം ടൈപ്പിലുള്ള 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതിൽ പകുതി ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിനകത്തോട്ട് ഇട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 4 സീറ്റി വരെ ഞാനിത് വേവിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 4 വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നിങ്ങളുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഫ്രൈ പാനിൽ എണ്ണയൊക്കെ ചൂടായി വന്നപ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു സവാള നീളത്തിൽ സ്ലൈസ് ചെയ്തേം കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ സവാള ഇതുപോലെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പകുതി നേരത്തെ നമ്മൾ ബീഫിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പച്ചമണമൊക്കെ ഇത് മാറി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ പകുതി തക്കാളി നമ്മൾ നേരത്തെ ബീഫിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതും കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ബീഫിൽ എല്ലാ മസാലയും ചേർത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ നോക്കിയിട്ട് വേണം ഇപ്പം മസാല ആഡ് ചെയ്ത് കൊടുക്കാൻ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ, ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. പച്ചമണമൊക്കെ മാറി വരുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ ബീഫും ചൂടൊക്കെ ആറി, വിസിലൊക്കെ അടിച്ച് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ബീഫൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് ഗ്രേവിയും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്കിനി ഈ ബീഫെല്ലാം സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാലയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളം ഞാനിപ്പോൾ ഒഴിക്കുന്നില്ല. ഇടയ്ക്കായിട്ട് ഒഴിച്ചു കൊടുത്ത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബീഫ് ഫുള്ളായിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ മസാല എല്ലായിടവും ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം നമുക്ക്. ഇപ്പം നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ചതിൽ ബാലൻസ് വന്ന ആ ഗ്രേവി ഇല്ലേ, അതും കൂടെ നമുക്ക് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് 2-3 പ്രാവശ്യമായിട്ട് കേട്ടോ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്ത് വറ്റിച്ചെടുക്കുന്നത്. ഒരു പ്രാവശ്യം ഞാനിതിൽ കാണിക്കുന്നുള്ളൂ, പക്ഷേ 2-3 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്ത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് വീണ്ടും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. വറ്റാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഗ്രേവി 2-3 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുത്തതാണിത്. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ
വലിയ ജീരകം ഇല്ലേ, പെരിഞ്ജീരകം, അത് പൊടിച്ചതാണ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുരുമുളക് ഇട്ട് വറ്റിച്ച ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ. ഹാവ് എ നൈസ് ഡേ.